ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 114 സൂറത്തുകളിൽ 99ാമത്തെ സൂറത്തും 30-ാം ജുസുയിൽ ആകെയുള്ള 37 സൂറത്തുകളിൽ 22ാമത്തെ സൂറത്തുമായ സൂറത്തു സൽസല അല്ലെങ്കിൽ സൂറത്തു സിൽസാൽ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഈ സൂറത്തിൽ ആകെ 8 ആയത്തുകളാണുള്ളത്. 8 ആയത്തുകൾ മാത്രമുള്ള 5 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അവ സൂറത്തു ഷർഹ്, സൂറത്തു തീൻ, സൂറത്തുൽ ബയ്യിന, സൂറത്തു തക്കാസുർ, പിന്നെ ഈ സൂറത്തും. ഈ സൂറത്തിൻ്റെ പേരിൻ്റെ അർത്ഥം, അതായത് സൽസല അല്ലെങ്കിൽ സിൽസാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിറപ്പിക്കൽ അല്ലെങ്കിൽ വിറക്കൽ, ഇളക്കം അല്ലെങ്കിൽ പ്രകമ്പനം, അങ്ങനെയൊക്കെയാണ്. ഈ സൂറത്ത് മക്കിയ ആണോ മദനീയ ആണോ എന്നുള്ള കാര്യത്തിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും ഒരല്പം മുൻതൂക്കം മക്കിയ എന്നുള്ള അഭിപ്രായത്തിനാണ്. ഈ സൂറത്തിൻ്റെ ആദ്യ 5 ആയത്തുകളിൽ അന്ത്യനാളിൽ ഭൂമിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 6 മുതൽ 8 വരെയുള്ള ആയത്തുകളിൽ പരലോകത്ത് മനുഷ്യന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു സൂറത്തിൻ്റെ ആദ്യ 5 ആയത്തുകൾ ഇന്ന് പഠിക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ആദ്യ ആയത്തിൽ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്നാണ്. ഇദാ എന്നുള്ളത് ഒരു ലർഫ് സമാൻ എന്നാണ് പറയുക, ഒരു കാലത്തെ കുറിക്കുന്ന പദമാണ്. അങ്ങനെ ആയാൽ എന്ന് നമുക്കതിന് അർത്ഥം കൊടുക്കാം. ഇദാ ജാ നസ്റുല്ലാഹി എന്നുള്ള ആ ഒരു സൂറത്ത് പഠിക്കുന്ന സമയത്ത് ഈ ഒരു പദം നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ ആയാൽ അത് ശേഷം വരുന്ന പദവുമായി ചേർത്തിട്ടാണ് അർത്ഥം പറയാം. അടുത്ത പദം സുൽസിലത്തി എന്നാണ്. സൽസല എന്ന് പറഞ്ഞാൽ ഇളക്കി അല്ലെങ്കിൽ ഇളകി, വിറച്ചു അല്ലെങ്കിൽ വിറപ്പിച്ചു, പ്രകമ്പനം കൊണ്ടു, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സൽസല. അതിനെ സ്ത്രീലിംഗമാക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിലൊരു താ ചേർക്കും, സുക്കൂനുള്ള താ ചേർക്കും, സൽസലത്ത് എന്നാവും. ഇവിടെ അതിൻ്റെ മജ്ഹൂല് രൂപമാണ് വന്നത്. മജ്ഹൂല് രൂപം സുൽസിലത്ത് എന്നാണ്. സൽസല എന്നുള്ളതിന് സുൽസില. സുൽസില എന്ന് പറയുമ്പോൾ അർത്ഥം വിറപ്പിക്കപ്പെട്ടു, അതായത് വിറപ്പിച്ചു എന്നുള്ളതിന് പകരം വിറപ്പിക്കപ്പെട്ടു. ആരാണത് ചെയ്തത് എന്ന് പറയാതെ ആ ഒരു കാര്യം പറയുമ്പോഴാണ് മജ്ഹൂൽ രൂപം ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ മുമ്പിലാണ് ഇദാ എന്ന് ചേർന്നത്. അങ്ങനെ ആയാൽ, അപ്പോൾ ഇദാ സുൽസിലത്ത് വിറപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ പ്രകമ്പനം കൊണ്ടാൽ, അൽ അർദു ഭൂമി. അപ്പോൾ ഭൂമി വിറപ്പിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ആരാണ് ഭൂമിയെ വിറപ്പിക്കുന്നത് എന്ന് പറയാതെ ആ ഒരു സംഗതി മാത്രം പറയാം. ഭൂമി വിറപ്പിക്കപ്പെട്ടാൽ. സിൽസാലഹ, സിൽസാൽ എന്ന് പറഞ്ഞാൽ ആ സൽസല എന്നുള്ളതിൻ്റെ മസ്ദറാണ്, അതായത് വിറക്കൽ, പ്രകമ്പനം കൊള്ളൽ. സൽസല എന്ന ക്രിയക്ക് സിൽസാൽ എന്നുള്ള മസ്ദറുണ്ട്, സൽസലത്ത് എന്നുള്ള മസ്ദറുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് 2 പേരുകൾ, സൂറത്തു സിൽസാൽ അല്ലെങ്കിൽ സൂറത്തു സൽസല, 2 പേരും ഇതിനുണ്ട്. അപ്പോൾ സൽസലത്ത് അല്ലെങ്കിൽ സിൽസാൽ എന്നൊക്കെ പറഞ്ഞാൽ വിറപ്പിക്കൽ അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളൽ. അപ്പോൾ സിൽസാലഹ അതിൻ്റെ വിറപ്പിക്കൽ, അതിൻ്റെ പ്രകമ്പനം കൊള്ളൽ എന്ന് പറഞ്ഞാൽ ആ ഭൂമിയുടെ. ഭൂമി സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് സിൽസാലഹ ഹ എന്ന് അവിടെ സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിച്ചത്. ഭൂമി പുല്ലിംഗാണെങ്കിൽ സിൽസാലഹു എന്ന് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ശരി, അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി അതിൻ്റെ വിറപ്പിക്കൽ വിറപ്പിക്കപ്പെട്ടാൽ. അടുത്ത ആയത്ത് വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ. വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. അതായത് തൊട്ട് മുമ്പ് പറഞ്ഞ ആ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല, അതോടൊപ്പം ഇനി പറയുന്നതുമുണ്ട്, ചേർക്കുകയാണ്. അഖ്റജത്ത്, ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തു വന്നു, അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്ത് കൊണ്ടുവന്നു, പുറത്താക്കി, പുറന്തള്ളി. നമ്മൾ ഈ നസല ഇറങ്ങി, അൻസല ഇറക്കി എന്ന് പറയില്ലേ, അതുപോലെ ഖറജ പുറത്തു വന്നു. പുറത്തു വന്നു എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഒരാൾ പുറത്തു വരിക. അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കി, ഒരാളെ പുറത്താക്കുക, പുറന്തള്ളുക. അത് ഒരാളെ തന്നെ ആവണമെന്നില്ല, എന്തും ആവാം. അപ്പോൾ ഇവിടെ അഖ്റജ
പുറന്തള്ളി, പുറത്താക്കി. വ അഹ്റജ, പുറത്താക്കുകയും ചെയ്തു. അതിനെ സ്ത്രീലിംഗാക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തിലൊരു താ ചേർത്തത്, അഹ്റജത്ത് എന്നാക്കിയത്. ഒന്നാമത്തെ ആയത്തിൽ സുൽസില എന്നുള്ളതിന് പകരം സുൽസിലത്ത്, അവിടെയും അവസാനത്തിൽ താ ചേർത്ത് സ്ത്രീലിംഗാക്കി. ഇവിടെ അഹ്റജ എന്നുള്ളതിന് പകരം അഹ്റജത്ത്, അവിടെയും അവസാനത്തിൽ താ ചേർത്ത് സ്ത്രീലിംഗാക്കി. അതിൻ്റെ കാരണം ഇത് പറയുന്നത് ഭൂമിയെക്കുറിച്ചാണ്. ഭൂമി സ്ത്രീലിംഗ പദം ആയതുകൊണ്ട് ഈ ഒരു ക്രിയയും സ്ത്രീലിംഗമാക്കണം. അത് നമുക്ക് ഗ്രാമറിൻ്റെ സമയത്ത് വിശദമായിട്ട് പറയാം. അപ്പോൾ വ അഹ്റജ എന്ന് പറയുമ്പോൾ പുറന്തള്ളുകയും ചെയ്തു. ശരിക്ക് ആ വാവ് ഒന്നാമത്തെ ആയത്തിലെ ആ തുടക്കവുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയും ഒരു ഇദാ എന്നുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കണം. ഒന്നാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഇദാ എന്നാണല്ലോ. അപ്പോൾ ഇവിടെ ഈ വാവ് വന്ന ഈ സ്ഥാനത്തും ഒരു ഇദാ എന്ന് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വിചാരിക്കാം. അപ്പോൾ വ അഹ്റജത്ത് എന്ന് പറയുമ്പോൾ പുറന്തള്ളുകയും ചെയ്താൽ, കാരണം പുറന്തള്ളുകയും ചെയ്തു എന്നുള്ളതിന് പകരം ആ ഒന്നാമത്തെ ആയത്തിലേക്ക് ചേർത്തി പറയുമ്പോൾ ഒന്നാമത്തെ ആയത്തിൽ ഭൂമി വിറപ്പിക്കപ്പെട്ടാൽ, അതിൻ്റേതായ വിറപ്പിക്കപ്പെട്ടാൽ, രണ്ടാമത്തെ ആയത്തിൽ വ അഹ്റജത്ത് എന്ന് പറയുമ്പോൾ പുറന്തള്ളുകയും ചെയ്താൽ, ഒന്നാമത്തെ ആയത്തിലേക്ക് ചേർക്കുമ്പോൾ അൽ അർദു, ഭൂമി പുറന്തള്ളുകയും ചെയ്താൽ. എന്തിനെ? അസ്കാലഹ. സിഖ്ൽ അല്ലെങ്കിൽ സഖ്ൽ എന്നൊക്കെ പറഞ്ഞാൽ ഭാരം എന്നാണ്. അതിൻ്റെ ബഹുവചനമാണ് അസ്കാൽ, ഭാരങ്ങൾ. അസ്കാല ഹ, അവസാനത്തിൽ ഹ എന്നുണ്ട് അതിൻ്റെ, അത് സ്ത്രീലിംഗമായതുകൊണ്ട് ഭൂമിയെക്കുറിച്ച് പറയുകയാണ്, അതുകൊണ്ടാണ് ഹ എന്ന് ഉപയോഗിച്ചത്. അസ്കാലഹ, അതിൻ്റെ ഭാരങ്ങളെ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വ അഹ്റജത്തിൽ അർദു അസ്കാലഹ, ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറന്തള്ളുകയും ചെയ്താൽ. അടുത്തായത് വഖാലൽ ഇൻസാനു മാലഹ. വഖാല, ഖാല പറഞ്ഞു, വഖാല പറയുകയും ചെയ്തു. ഇവിടെയും നമുക്ക് ഒന്നാമത്തെ ആയത്തിലേക്ക് ചേർത്തുകൊണ്ട് പറയുകയും ചെയ്താൽ, വഖാല പറയുകയും ചെയ്താൽ. ആര്? അൽ ഇൻസാനു, മനുഷ്യൻ പറയുകയും ചെയ്താൽ. മാ ലഹ, മാ എന്ന് പറഞ്ഞാൽ എന്ത് അല്ലെങ്കിൽ എന്താണ്, എന്ത് പറ്റി. ലഹ, അതിന്. ശരിക്കത് ലീ എന്നുള്ളതിൻ്റെ കൂടെ ഹ എന്ന് ചേർന്നതാണ്. ലീ എന്നുള്ളതിൻ്റെ കൂടെ ഹ ചേരുമ്പോൾ ലിഹ എന്നല്ല പറയാം, ലഹ എന്നാണ് പറയാം. അതിനുണ്ട് എന്നുള്ള അർത്ഥത്തിലാണിത്. അപ്പോൾ എന്താണ് അതിനുള്ളത് അല്ലെങ്കിൽ എന്ത് പറ്റി അതിന് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. മാ ലഹ, അതിന് എന്ത് പറ്റി. മാ എന്ത് പറ്റി, ലഹ അതിന്, മാ ലഹ അതിന് എന്ത് പറ്റി. അപ്പോൾ വഖാലൽ ഇൻസാനു മാലഹ, അതിന് എന്ത് പറ്റി എന്ന് മനുഷ്യൻ പറയുകയും ചെയ്താൽ. അടുത്തായത് യൗമ ഇസിൻ തുഹദ്ദിസു അഖ്ബാറഹ. യൗമ ഇസിൻ, അന്നേ ദിവസം അല്ലെങ്കിൽ അന്ന്. അതും ഒരു ലർഫ് സമാനാണ്, ഒരു കാലത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. ഈ രണ്ട് തരം ലർഫുകളുണ്ട്, ലർഫ് സമാനും ലർഫ് മെക്കാനും. ഒരു സ്ഥലത്തെ, ഒരു സ്ഥാനത്തെ കുറിക്കുന്ന പദമാണെങ്കിൽ ലർഫ് മെക്കാൻ എന്ന് പറയും. ഒരു കാലത്തെ, ഒരു സമയത്തെ ഒക്കെ കുറിക്കുന്ന പദമാണെങ്കിൽ അതിനെ ലർഫ് സമാൻ എന്ന് പറയും. ഇപ്പോൾ യൗമ ഇസിൻ, അന്നേ ദിവസം എന്ന് പറയുമ്പോൾ ഒരു സമയത്തെയാണ് കുറിക്കുന്നത്, അതുകൊണ്ട് ലർഫ് സമാൻ, ഒരു കാലത്തെ കുറിക്കുന്ന പദമാണ്. അന്ന് അല്ലെങ്കിൽ അന്നേ ദിവസം. തുഹദ്ദിസു, ഹദ്ദസ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു, പറഞ്ഞറിയിച്ചു എന്നൊക്കെയാണ്. തുഹദ്ദിസു, യുഹദ്ദിസു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മുലാരി രൂപമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്, അതിനാണ് മുലാരി എന്ന് പറയാം. മാലി എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയത്, ഭൂതകാല ക്രിയ, പാസ്റ്റ് ടെൻസ്. ഇത് പ്രസൻറ്റ് ടെൻസ്. തുഹദ്ദിസു, യുഹദ്ദിസു എന്നൊക്കെ പറയുമ്പോൾ അത് പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ പറഞ്ഞറിയിക്കും അല്ലെങ്കിൽ പറഞ്ഞറിയിക്കുന്നു, സംസാരിക്കും അല്ലെങ്കിൽ സംസാരിക്കുന്നു, ആ രൂപത്തിലാണ് അർത്ഥം കിട്ടുക. തുഹദ്ദിസു, അത് പറഞ്ഞറിയിക്കും അല്ലെങ്കിൽ അത് സംസാരിക്കും. അഖ്ബാറഹ, ഖബർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അഖ്ബാർ. ഖബർ എന്ന് പറഞ്ഞാൽ വാർത്ത, ന്യൂസ്. അഖ്ബാർ, വാർത്തകൾ. അഖ്ബാറഹ, അതിൻ്റെ വാർത്തകൾ. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം യൗമ ഇസിൻ തുഹദ്ദിസു അഖ്ബാറഹ, അന്നേ ദിവസം അല്ലെങ്കിൽ അന്ന് അത് അതിൻ്റെ വാർത്തകൾ പറഞ്ഞറിയിക്കും, അത് അതിൻ്റെ വാർത്തകൾ സംസാരിക്കും. അടുത്തായത് ബി അന്ന റബ്ബക ഔഹാലഹ. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, അന്ന നിശ്ചയമായും, റബ്ബക, റബ്ബ് രക്ഷിതാവ്, നാഥൻ. റബ്ബക്ക നിൻ്റെ രക്ഷിതാവ്, ക എന്ന് പറഞ്ഞാൽ നിൻ്റെ രക്ഷിതാവ്. ഔഹ, ഔഹ എന്ന് പറഞ്ഞാൽ ബോധനം നൽകി, വെളിപാട് നൽകി, വഹയ് നൽകി എന്നൊക്കെയാണ്. ആ ഒരു ബോധനം നൽകി എന്നുള്ള ആ പദത്തിൻ്റെ കൂടെയാണ് ശരിക്കും തുടക്കത്തിലുള്ള ബി എന്നുള്ളത് ചേർക്കേണ്ടത് അർത്ഥം പറയുമ്പോൾ. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടെന്നല്ലേ, അത് ഇങ്ങോട്ട് ചേർക്കുമ്പോഴോ ഔഹ, ബോധനം നൽകി എന്നുള്ളതിൻ്റെ കൂടെ ആ കൊണ്ടെന്ന് ചേർക്കുക. ബോധനം നൽകിയത് കൊണ്ട് അല്ലെങ്കിൽ വെളിപാട് നൽകിയത് കൊണ്ട്, വഹയ് നൽകിയത് കൊണ്ട്, ബോധനം നൽകിയ കാരണത്താൽ, ബോധനം നൽകിയത് നിമിത്തം എന്നൊക്കെ പറയാം. അപ്പോൾ ബി എന്നുള്ളതിൻ്റെ അർത്ഥം ഔഹ എന്നുള്ളതിനോട് ചേർത്ത് പറയാം. പിന്നെ ബാക്കിയുള്ളതും പറയുമ്പോൾ എങ്ങനെ വരും? അന്ന നിശ്ചയമായും, റബ്ബക്ക നിൻ്റെ രക്ഷിതാവ്,
ആ ഔഹ എന്നുള്ളതിനോട് ചേർത്ത് ബി ചേർത്ത് പറയുമ്പോൾ ബോധനം നൽകിയത് കൊണ്ട്, തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് ബോധനം നൽകിയത് കൊണ്ട്, തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് ബോധനം നൽകിയ കാരണത്താൽ, വഹി നൽകിയ കാരണത്താൽ, വഹി നൽകിയത് കൊണ്ട്. ആർക്ക്? ലഹ, അതിന്. ലഹ, അതിന്, ആ ഭൂമിക്ക്. ലി പ്ലസ് ഹ, അതാണ് ലഹ. നമ്മൾ പറഞ്ഞു അതിൻ്റെ അർത്ഥം. അപ്പോൾ നിശ്ചയമായും നിൻ്റെ റബ്ബ് അതിന് ബോധനം നൽകിയത് കൊണ്ട്, അല്ലെങ്കിൽ ബോധനം നൽകിയ കാരണത്താൽ. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 5 ആയത്തുകളുടെ വാക്കർത്ഥങ്ങൾ പരിചയപ്പെട്ടു. ഈ 5 ആയത്തുകളിലും അന്ത്യനാളിൽ ഭൂമിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് എടുത്തു പറയുന്നത്. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ. ഇവിടെ സൽസല എന്നൊരു പദമാണല്ലോ ഉപയോഗിച്ചത്. അതൊരു ഭൂമിയുടെ ഇളക്കത്തെ, പ്രകമ്പനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിലും ഈ പദം വന്നിട്ടുണ്ട്. ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായി ഉള്ള ഇളക്കത്തെ സൂചിപ്പിക്കാൻ ഈ പദം ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് ഒന്നിച്ച് ഭൂമിയുടെ എല്ലാ സ്ഥലങ്ങളിലും, ആകമാനം എല്ലാ ഭൂമിയുടെ എല്ലാ സ്ഥലങ്ങളിലും ഒന്നിച്ചുള്ള പ്രകമ്പനത്തെ സൂചിപ്പിക്കാനാണ് ഈ പദം ഉപയോഗിക്കുക. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ആ പദത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് മാദിയായ പദമാണ്. 4 അക്ഷരങ്ങളുണ്ട്. അറബി ഭാഷയിൽ 3-4 അക്ഷരങ്ങളുള്ള പദങ്ങളാണ് ഏറ്റവും അടിസ്ഥാനപരമായ രൂപത്തിൽ മാദിയായ പദങ്ങളായി കൊണ്ട് വരിക. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് 3 അക്ഷരങ്ങളുള്ള പദങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കതബ, ഖറഅ, ജലസ എന്നൊക്കെ പറയുമ്പോൾ അത് മാദിയായ രൂപമാണ്, 3 അക്ഷരങ്ങളാണ്. 4 അക്ഷരങ്ങളുള്ള പദങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ 3 അക്ഷരങ്ങളുള്ള പദങ്ങളാണ്. ഇനി മാദിയായ രൂപത്തിൽ 3-4 അക്ഷരങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് വരിക എന്ന് പറയല്ലോ. അതിനോടുകൂടി പിന്നെ മറ്റ് അക്ഷരങ്ങളൊക്കെ ചേർത്ത് 6 വരെ അക്ഷരങ്ങളുള്ള പദങ്ങളൊക്കെ ആക്കി മാറ്റാറുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് 3-4 അക്ഷരങ്ങളുള്ള പദങ്ങളാണ് വരിക. ഇനി 4 അക്ഷരങ്ങളുള്ള പദങ്ങളുടെ ഒരു പ്രത്യേകത എടുത്ത് നോക്കുകയാണെങ്കിൽ അധികവും ഒരു ഇളക്കത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളായിരിക്കും. മുമ്പ് സൂറത്തെടുക്കുന്ന സമയത്ത് ആ ബോസിറ എന്നുള്ള വാക്ക്, ഇതാ ബോസിറ മാഫിൽ ഖുബർ, അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെയും ബഅസറ 4 അക്ഷരങ്ങളുള്ള ഒരു അടിസ്ഥാനപരമായി 4 അക്ഷരങ്ങളുള്ള മാദിയായ പദമാണ്. അതും ഇളക്കത്തെയാണ് സൂചിപ്പിച്ചത്. ഇവിടെ സൽസല, ഇതും ഇളക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ദംദമ, പല പദങ്ങളുണ്ട് ഇതേപോലെ. ഇനി ഈ പദത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. സൽ സൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആവർത്തനം വരുന്നുണ്ട്. സൽ എന്നുള്ള പദം വീണ്ടും ആവർത്തിക്കുക, സൽ സൽ സൽ. ഇതേപോലെ മറ്റു പദങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വസ് വസ്, അവിടെയൊക്കെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ വീണ്ടും ആവർത്തിക്കുക, വസ് 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 എന്നുള്ള രൂപത്തിൽ. അതേപോലെ ദം ദം, അവിടെയൊക്കെ ആവർത്തനം വരുന്നുണ്ട്. ഇങ്ങനെ ആവർത്തനം വരുന്ന പദങ്ങളുടെ അർത്ഥത്തിലും ഒരു ആവർത്തനത്തിൻ്റെ സൂചന ഉണ്ടാകും പലപ്പോഴും. ഇപ്പോൾ നോക്കൂ, സൽസൽ എന്ന് പറയുമ്പോൾ വിറപ്പിക്കലാണ്. വിറക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇളകുന്നതിന് വിറക്കുക എന്ന് പറയില്ലല്ലോ, അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം, അപ്പോഴല്ലേ വിറക്കുക എന്ന് പറയാം. അപ്പോൾ അതേപോലെ തന്നെയാണ് അന്ന് അന്ത്യനാളിൽ ഭൂമിയുടെ ആ ഒരു ഇളക്കം, അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും, പ്രകമ്പനം ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന് ആ പദത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ശരി, അപ്പോൾ ഈ ഒരു ആയത്തിൽ ഭൂമി കിടുകിടെ വിറപ്പിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ഭൂമി അതിൻ്റെ പ്രകമ്പനം കൊണ്ടാൽ, ഇവിടെ തുടക്കത്തിൽ തന്നെ അങ്ങനെ ആയാൽ എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നുണ്ട്. ഒന്ന്, തൊട്ട് മുമ്പുള്ള സൂറത്ത്, ഈ സൂറത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സൂറത്തുൽ ബയ്യിനയാണ്. ആ ബയ്യിനയുടെ ഏറ്റവും അവസാനം സത്യവിശ്വാസികൾക്ക് പ്രതിഫലം ലഭിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ ചോദ്യം, എപ്പോഴാണ് ആ അന്ത്യനാൾ സംഭവിക്കുക, എപ്പോഴാണ് ആ പറഞ്ഞ പ്രതിഫലം സത്യവിശ്വാസികൾക്ക് ലഭിക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ആയിക്കൊണ്ടാണ് ഇത് വരുന്നത്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ. ആ ഒരു അന്ത്യനാൾ സംഭവിക്കുക എപ്പോഴാണ്? ഭൂമി കിടുകിടെ വിറപ്പിക്കപ്പെട്ടാൽ. അല്ലെങ്കിൽ എപ്പോഴാണ് ആ സത്യവിശ്വാസികൾക്ക് ആ പ്രതിഫലമൊക്കെ ലഭിക്കുക? ഭൂമി കിടുകിടെ വിറപ്പിക്കപ്പെട്ടാൽ. അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിക്കൊണ്ടാണ് ഇത് പറഞ്ഞത് എന്നാണ് ഒരു വിശദീകരണം. മറ്റൊരു വിശദീകരണം ഇതേ സൂറത്തിൻ്റെ ബാക്കിയിലേക്കാണ് അതിനെ വിരൽ ചൂണ്ടുന്നത്. ഭൂമി കിടുകിടെ വിറപ്പിക്കപ്പെട്ടാൽ, അങ്ങനെയൊക്കെ അന്ത്യനാൾ സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇതേ സൂറത്തിൽ തന്നെ പിന്നീട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അതിലേക്കാണത് സൂചിപ്പിക്കുന്നത്. ഭൂമി കിടുകിടെ വിറപ്പിക്കപ്പെട്ടാൽ പിന്നെ എങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ മൂന്നാമതൊരു അഭിപ്രായം, ഇതൊരു ആശ്ചര്യത്തോടു കൂടെ പറയുന്നതാണ്. ഭൂമി കിടുകിടെ വിറപ്പിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ?
ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന രൂപത്തിൽ. അതും ശരിക്ക് ഈ ഒരു സൂറത്തിലെ ബാക്കി ആയത്തുകളിലേക്കുള്ളൊരു സൂചനയായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. ഇനി ഈ ഒരു സൂറത്തിൽ പറയുന്ന ഈ ഒരു പ്രകമ്പനത്തെക്കുറിച്ച് കൂടുതൽ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞത് ഇത് ഖിയാമത്ത് നാളിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് എന്നാണ്. ഒന്നാമത്തെ ഘട്ടം നമുക്കറിയാം കാഹളത്തിലെ ഊത്താണ്. അതിനുശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ ഒരു ഭൂമിയുടെ പ്രകമ്പനം കൊള്ളിക്കൽ, അപ്പോൾ അത് രണ്ടാമത്തെ ഘട്ടമായിട്ടാണ് ഭൂരിഭാഗം ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആയത്തിൽ വ അഖ്റജത്തിൽ അർദു അസ്കാലഹ, ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറന്തള്ളുകയും ചെയ്താൽ. അപ്പോൾ അന്ത്യനാളിൽ ഭൂമി പ്രകമ്പനം കൊള്ളും, അല്ലെങ്കിൽ വിറപ്പിക്കപ്പെടും. എന്നിട്ട് ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറന്തള്ളും. എന്താണ് ഭൂമിയുടെ ഭാരങ്ങൾ പുറന്തള്ളുക എന്ന് പറഞ്ഞാൽ? അതിന് 2-3 വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, എന്തൊക്കെയാണോ മനുഷ്യൻ ഭൂമിയിൽ നിക്ഷേപിച്ചത് അത് മുഴുവൻ പുറത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആളുകളൊക്കെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ ഈ ഭൂമിയിൽ തന്നെയാണ് മറമാടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഖബറുകളിലുള്ളതൊക്കെ പുറന്തള്ളപ്പെടും. ഒന്ന് ആലോചിച്ച് നോക്കണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പിന്നെ ഈ ഒരു ഖിയാമത്ത് നാൾ നടക്കുന്നത് വരെയുള്ള മുഴുവൻ ആളുകളും ഭൂമിയുടെ പുറത്തേക്ക് വരികയാണ്. എത്ര കോടിക്കണക്കിന് ആളുകളായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ ഭൂമിയുടെ ഉൾഭാഗത്തുള്ളതൊക്കെ പുറന്തള്ളപ്പെടും. അതാണ് ഒരു വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണം, ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അല്ലെങ്കിൽ ഭൂമിക്കടിയിലുള്ള സ്വർണം, വെള്ളി പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ അതിങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോൾ ആളുകൾക്ക് തോന്നും, ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ലോകത്ത് ഇങ്ങനെ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചത്, ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്ത് കളവ് പറഞ്ഞൊക്കെ ജീവിച്ചത് ഇത്തരം ഈ ഒരു സമ്പാദ്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ വളരെയധികം വിലയുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഇത്തരം സംഗതികളൊക്കെ യാതൊരു പ്രയോജനവുമില്ലാതെ, യാതൊരു ഉപകാരവുമില്ലാതായി പോയല്ലോ എന്ന് ആളുകൾക്ക് തോന്നും. ഇതാണ് രണ്ടാമത്തെ വിശദീകരണം. മൂന്നാമത്തെ വിശദീകരണം, മനുഷ്യർ ഭൂമിയുടെ മുകളിൽ വെച്ച് ചെയ്ത ഒരുപാട് കാര്യങ്ങൾക്ക് ഭൂമി സാക്ഷിയാണ്. അത് ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണോ ഭൂമിയുടെ പുറത്ത് വെച്ച് ആളുകൾ ചെയ്തത് ആ കാര്യങ്ങളെ മുഴുവൻ അത് പുറത്തേക്കിടും. എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അത് വെളിപ്പെടുത്തും. അത് ഈ സൂറത്തിൽ തന്നെ പിന്നെ വരുന്നുണ്ട്. അതായത് മനുഷ്യൻ ബാക്കി വെച്ച എല്ലാ തെളിവുകളും ഇത്രയും കാലം അതൊരു ഭാരമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു. പക്ഷെ അന്ത്യനാളാകുമ്പോൾ അത് ആ ഒരു എല്ലാ കാര്യങ്ങളും, ഭൂമിയുടെ പുറത്ത് വെച്ച ആളുകൾ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും തെളിവുകൾ ഭൂമി പുറത്തേക്കിടും. സാധാരണ ആളുകൾ തന്നെ പറയാറില്ലേ, ഞാൻ ഇത്രയും കാലം എൻ്റെ മനസ്സിൽ വെച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു, അതങ്ങ് ആ ഭാരം അങ്ങോട്ട് ഒഴിവായി കിട്ടി ഞാനത് പറഞ്ഞപ്പോൾ എന്നുള്ളത്. ഇതേപോലെ ഭൂമി അതിൻ്റെ ഭാരങ്ങൾ പുറന്തള്ളുമെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുറത്ത് വെച്ച് ആളുകൾ ചെയ്ത എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള തെളിവുകൾ ഭൂമിയുടെ കയ്യിലുണ്ട്. ആ ഭൂമി ആ തെളിവുകളൊക്കെ പുറത്തേക്ക് വിടും, ആ ചെയ്ത സംഗതികളെയൊക്കെ വെളിപ്പെടുത്തും. അതോടുകൂടി ഭൂമിയുടെ ഭാരങ്ങൾ പുറന്തള്ളി എന്ന് പറയാം. അതാണ് മറ്റൊരു വിശദീകരണം. അടുത്ത ആയത്തിൽ വഖാലൽ ഇൻസാനു മാലഹ, ആ സമയത്ത് ആളുകൾ പറയാണ്, ഈ ഭൂമിക്ക് എന്ത് പറ്റി? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഭൂമിക്ക് ഇത് എന്താ പറ്റിയത്? ഇങ്ങനെ സംസാരിക്കുന്നൊരു കഴിവൊന്നും ഭൂമിക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഭൂമി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് പറയുന്നു. എന്താണ് ഈ ഭൂമിക്ക് പറ്റിയത്? ഭൂമി ഇങ്ങനെ ഇളകുന്നു, ഭൂമി പ്രകമ്പനം കൊള്ളുന്നു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ ഭൂമി, എന്താണ് ഈ ഭൂമിക്ക് പറ്റിയത് എന്ന് ആളുകൾ ആകെ ബേജാറോടുകൂടി, പേടിയോടുകൂടി, അത്ഭുതത്തോടുകൂടി പറയുകയും ചെയ്യും. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അന്ന് ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കും, അതിൻ്റെ വാർത്തകൾ അത് പറഞ്ഞറിയിക്കും. ഭൂമിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും, അതൊക്കെ അത് പറഞ്ഞറിയിക്കും. ബി അന്ന റബ്ബക ഔഹാലഹ, അതിന് അതിൻ്റെ റബ്ബ് ബോധനം നൽകിയത് കൊണ്ട്. അപ്പോൾ ഭൂമിക്ക് സംസാരിക്കാനുള്ള കഴിവ് നൽകി, അതാണ് ബോധനം നൽകി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആ ഒരു കഴിവ് നൽകിയതിനാൽ, ബോധനം നൽകിയത് കൊണ്ട് ഭൂമിക്ക് സംസാരിക്കാൻ കഴിയും. ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കും അന്നേ ദിവസം. അപ്പോൾ എന്തൊക്കെയാണ് ഭൂമിക്ക് പറയാനുണ്ടാകുന്ന വർത്തമാനങ്ങൾ? ഭൂമിയുടെ പുറത്ത് വെച്ച് ആളുകൾ ചെയ്ത ഒരുപാട് കാര്യങ്ങൾക്കുള്ള തെളിവുകൾ ഭൂമിയുടെ അടുത്തുണ്ട് അല്ലേ? ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകളാണത്. ഇപ്പോൾ പരലോകത്തെത്തുന്ന സമയത്ത് അവിടെ നമ്മൾ ചെയ്ത ഓരോ കർമ്മത്തിനുമുള്ള സാക്ഷികളായിക്കൊണ്ട് വരുന്നതിൽ ഭൂമി സാക്ഷി പറയും, നമ്മുടെ അവയവങ്ങൾ സാക്ഷി പറയും. ഈ സാക്ഷികളെയൊന്നും നമുക്ക് ഒരു കാരണവശാലും തടയാൻ കഴിയില്ലല്ലോ. ഒരു സാക്ഷിയെയും ഒന്നും തടയാൻ കഴിയില്ല. പക്ഷേ
നമ്മളുടെ ശരീരം തന്നെ സംസാരിക്കുമ്പോൾ, നമുക്കെതിരെ സാക്ഷി പറയുമ്പോൾ, ഭൂമി നമുക്കെതിരെ സാക്ഷി പറയുമ്പോൾ എന്താണ് അവിടെ വെച്ച് ചെയ്യാൻ പറ്റുക? കൂറുമാറാത്ത സാക്ഷികളാണ് അവർ. പൈസയോ മറ്റോ കൊടുത്ത് മൊഴി മാറ്റാനൊന്നും പറ്റൂല. കളവ് പറയാത്ത സാക്ഷികളാണ്. അതുകൊണ്ട് ആ പരലോകത്ത് വെച്ച് ഈ സാക്ഷികൾ കൃത്യമായിട്ട് നടന്ന കാര്യങ്ങൾ പറയും. ഭൂമിയുടെ പുറത്ത് വെച്ച് ഇന്ന സ്ഥലത്ത് വെച്ച് ഈ രൂപത്തിൽ ഈ ആൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഒരു നിവൃത്തിയില്ല. കയ്യും കാലും കണ്ണും ഒക്കെ അതിന് സാക്ഷികളായിക്കൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കും. അപ്പോൾ ഓരോ സംഗതിക്കും കൃത്യമായ സാക്ഷികൾ നാളെ പരലോകത്തുണ്ടാവും. ഭൂമി ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാണ്. ഭൂമി അറിയാതെ, ആ സ്ഥലം അറിയാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല കാര്യങ്ങളാവട്ടെ ചീത്ത കാര്യങ്ങളാവട്ടെ, അതൊക്കെ ഭൂമി അതിനൊരു സാക്ഷിയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അപ്പോൾ ഭൂമിക്ക് സംസാരിക്കാൻ കഴിയുമോ? നോക്കൂ നിങ്ങൾ, നമ്മുടെ നാവ് കൊണ്ട്, നാവും ചുണ്ടും പല്ലും ചെറുനാക്കും മൂക്കുമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് സംസാരിപ്പിച്ച അള്ളാഹുവിന് ഭൂമിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇപ്പോൾ നമ്മുടെ നാവ് എല്ലുപോലും ഇല്ലാത്തൊരു അവയവമാണ്. ആ ഒരു നാവിന് സംസാരിക്കാനുള്ളൊരു പ്രത്യേകമായ കഴിവ് അള്ളാഹു നൽകിയത് കൊണ്ടാണ് ആ നാവ് ഉപയോഗിച്ചിട്ട്, വായ ഉപയോഗിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഈ നാവും വായയും ചുണ്ടുകളും പല്ലുകളൊക്കെയുള്ള പല ആളുകൾക്കും സംസാരശേഷി ഇല്ലല്ലോ. അപ്പോൾ സംസാരശേഷി എന്നുള്ളത് ഈ അവയവങ്ങൾ മാത്രം ഉള്ളത് കൊണ്ട് കാര്യമില്ല, അള്ളാഹു സംസാരിക്കാനുള്ള കഴിവ് നൽകുക കൂടെ വേണം. അപ്പോൾ അള്ളാഹു സംസാരിക്കാനുള്ള കഴിവ് നൽകിയത് കൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്. ഇതേപോലെ ആ സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു എന്തിനൊക്കെയാണോ കൊടുക്കുന്നത് അതിനൊക്കെ സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ നാളെ പരലോകത്ത് വെച്ച് നമ്മുടെ കൈകളും കാലുകളൊക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നാവിനെ കൊണ്ട് സംസാരിപ്പിച്ച അള്ളാഹുവിന് കയ്യിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ എന്ത് പ്രയാസം ഉണ്ടാവുക? ഭൂമിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ എന്ത് പ്രയാസം ഉണ്ടാവുക? അപ്പോൾ അള്ളാഹു അതിന് ബോധനം നൽകിയെന്ന് പറയുമ്പോൾ, വെളിപാട് നൽകിയെന്ന് പറയുമ്പോൾ, വഹി നൽകിയെന്ന് പറയുമ്പോൾ അതിനുള്ള കഴിവ് നൽകി, സംസാരിക്കാനുള്ള കഴിവ് നൽകി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വഹി നൽകുക, വഹി നൽകുക, അത് പല രൂപത്തിലുണ്ട്. ഇപ്പോൾ പ്രവാചകന്മാർക്ക് അള്ളാഹു വഹി നൽകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊക്കെ വഹി നൽകിയത് നമുക്കറിയാലോ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരും, പല കാര്യങ്ങളും അറിയിച്ചു കൊടുക്കും. ആ അറിയിച്ചു കൊടുത്ത കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ അറിയിക്കുക. സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും സ്വന്തം കാര്യങ്ങളല്ല അറിയിക്കുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ആളുകളെ അറിയിക്കുക. എന്നാൽ ഇവിടെ അങ്ങനെയാണോ? ഭൂമിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മലക്കുകളോ മറ്റോ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിങ്ങനെ പുറത്തേക്ക് പറയല്ല. മറിച്ച് ഭൂമിയുടെ സ്വന്തം വാർത്തകളാണ് അറിയിക്കുന്നത്. ഭൂമിയുടെ വാർത്തകൾ, അതിൻ്റെ വർത്തമാനങ്ങൾ പറയുക ചെയ്യുക. അതല്ലാതെ അതിനോട് ആരെങ്കിലും വന്ന് പറഞ്ഞത് പിന്നെ പറയല്ല, അതിൻ്റെ വർത്തമാനങ്ങൾ അത് പറയുക ചെയ്യുക. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ മറ്റ് പല വഹികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. തേനീച്ചക്ക് ബോധനം നൽകി, തേനീച്ചക്ക് വഹി നൽകി എന്ന് പറയുമ്പോൾ അതിന് പർവ്വതങ്ങളുടെയും മറ്റൊക്കെ മുകളിൽ പോയിട്ട് തേൻ ശേഖരിക്കുവാനും തേനുള്ള സ്ഥലം കണ്ടെത്താനും ഒക്കെയുള്ള ആ തരത്തിലുള്ള ഒരു ബോധനമാണ് അതിന് നൽകിയത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവിന് ബോധനം നൽകി എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കിയിട്ട് പുഴയിലൂടെ ഒഴുക്കണം എന്നുള്ള ആ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു അറിയിപ്പ്, അത് ഒരു വഹിയാണ്. അത് മറ്റുള്ള ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ള വഹിയൊന്നുമല്ല. അതൊക്കെ ഓരോരുത്തർക്കും അള്ളാഹു അതിൻ്റേതായ രൂപത്തിലാണ് വഹി നൽകുക. ഇവിടെ ഈ ഒരു ഭൂമിക്ക് വഹി നൽകി പറയുമ്പോൾ ഭൂമിക്ക് അതിനുള്ള കഴിവ് നൽകി, അങ്ങനെ ഒരു വെളിപാട് നൽകി. അപ്പോൾ ബി അന്ന റബ്ബക ഔഹാലഹ, ഭൂമിക്ക് അതിൻ്റെ രക്ഷിതാവ് ആ ഒരു ബോധനം നൽകിയത് കൊണ്ട്, വെളിപാട് നൽകിയത് കൊണ്ടാണ്, അക്കാരണത്താലാണ് അതിനങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് എന്നർത്ഥം. അപ്പോൾ ബി അന്ന റബ്ബക ഔഹാലഹ എന്നുള്ളതിൻ്റെ അർത്ഥം തൊട്ട് മുമ്പുള്ള ആയത്തിലേക്കാണ് ചേർക്കേണ്ടത്. ഭൂമിക്ക് അതിൻ്റെ രക്ഷിതാവ് അങ്ങനെ ഒരു കഴിവ് നൽകിയത് കൊണ്ട് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞതിലേക്ക് ചേർക്കുക. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അന്നേ ദിവസം ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കും. എന്താണ് അതിൻ്റെ കാരണം? ബി അന്ന റബ്ബക ഔഹാലഹ, അതിൻ്റെ രക്ഷിതാവ് അതിന് ആ കഴിവ് നൽകിയത് കൊണ്ട്. അപ്പോൾ ആ ഒരു കഴിവ് നൽകിയത് കൊണ്ട്, സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയത് കൊണ്ടാണ് അന്നേ ദിവസം അത് അതിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ ഈ ഒരു ഭൂമിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു 5 ആയത്തുകളിൽ അള്ളാഹു വിവരിച്ചത്. അവിടെ ഭൂമി പ്രകമ്പനം കൊള്ളും, മാത്രമല്ല അത് അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഭാരങ്ങളെയൊക്കെ പുറന്തള്ളും, അത് അതിൻ്റെ വർത്തമാനങ്ങൾ പറയും. കാരണം അതിനുള്ള കഴിവ് അള്ളാഹു കൊടുക്കും, അങ്ങനെ അതിനതിൻ്റെ വർത്തമാനങ്ങൾ പറയാൻ സാധിക്കും.
ഈ കാര്യങ്ങളാണ് ഈ 5 ആയത്തുകളിലൂടെ അള്ളാഹു സൂചിപ്പിച്ചത്. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു. അവിടെ സീനിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. ആ സുക്കൂനുള്ള നൂനിനെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് പറയണം, അല്ലെങ്കിൽ അവ്യക്തമാക്കി പറയണം. ഇൻസാനു, ഇൻ എന്ന് വെളിവാക്കി പറയില്ല. ഇൻസാനു മാലഹ യൗമ ഇസിൻ. യൗമ ഇസിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, ശേഷം ത ആണ്. തുഹദ്ദിസു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ത. അപ്പോൾ താഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെയും ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അതിലെ നൂനിൻ്റെ ശബ്ദത്തെ വെളിവാക്കരുത്. യൗമ ഇസിൻ എൻ എന്നുള്ളൊരു ശബ്ദം ഉണ്ടല്ലോ, അതിനെ വെളിവാക്കരുത്. അപ്പോൾ യൗമ ഇസിൻ തുഹദ്ദിസു, യൗമ ഇസിൻ തുഹദ്ദിസു അഖ്ബാറഹ ബി അന്ന, നൂനിൻ്റെ ശബ്ദം മണിക്കുക. റബ്ബക ഔഹാലഹ. ഈ 5 ആയത്തുകളുടെയും അവസാനത്തിൽ ഹ എന്നുള്ള രൂപത്തിലുള്ള ഒരു അവസാനമാണ്. എല്ലായിടത്തും 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം കൊടുത്ത് അവസാനിപ്പിക്കുക. പിന്നെ തുടക്കത്തിൽ സുൽസിലത്തിൽ അർദു, ശരിക്കും സുൽസിലത്ത് എന്നാണ്, താഇന് സുക്കൂനാണ്. വ അഖ്റജത്തിൽ അർദു, അഖ്റജത്ത് എന്നാണ്. എന്തുകൊണ്ടാണ് സുൽസിലത്തി എന്നാക്കിയത് സുൽസിലത്ത് എന്നുള്ളതിനെ? എന്തുകൊണ്ടാണ് അഖ്റജത്തി എന്നാക്കിയത് അഖ്റജത്ത് എന്നുള്ളതിനെ? അതിൻ്റെ കാരണം സുൽസിലത്ത് എന്നെഴുതി കഴിഞ്ഞാൽ ആ താഇന് സുക്കൂനാണല്ലോ. ശേഷം അൽ അർദു എന്നെഴുതുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഉച്ചരിക്കുന്ന അക്ഷരത്തിന് സുക്കൂനാണ്, ലാമിന് സുക്കൂനാണ്. അപ്പോൾ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വന്നു. സുൽസിലത്ത് എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂന്, അൽ അർദു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂന്. അങ്ങനെ വരുമ്പോൾ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വരാൻ പാടില്ല. ഇൽത്തിഖാ ഉസാക്കിനൈൻ എന്നുള്ള തജ്വീദിലെ നിയമപ്രകാരം അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 സുക്കൂനുകൾ അടുത്തടുത്ത് കണ്ടുമുട്ടൽ എന്നുള്ള ആ ഒരു രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സുക്കൂനിനെ മാറ്റണം, എന്നാലേ അവിടെ ഒരു പാരായണത്തിൻ്റെ ഒഴുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സുൽസിലത്ത് എന്നുള്ളതിനെ സുൽസിലത്തി എന്നാക്കി. അപ്പോൾ നമുക്ക് ആ പാരായണത്തിൻ്റെ ഒഴുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഇതാ സുൽസിലത്ത് അൽ അർദു എന്ന് പറയുമ്പോൾ അവിടെ പാരായണം മുറിഞ്ഞു പോകും ചെറുതായിട്ടെങ്കിലും. അതേസമയം കസറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ സുൽസിലത്തിൽ അർദു, ആ ഒഴുക്കിൽ അങ്ങ് പാരായണം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് വ അഖ്റജത്ത് അൽ അർദു എന്ന് പറയാതെ വ അഖ്റജത്തിൽ അർദു എന്നാക്കിയത്. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഇദാ സുൽസിലത്തിൽ അർദു, സൽസല എന്നുള്ളതിൻ്റെ മജ്ഹൂൽ രൂപം, പാസീവ് വോയിസ് ആണ് സുൽസില എന്നുള്ള രൂപത്തിൽ അവിടെ ഉപയോഗിച്ചത്. ഈ സൽസല എന്ന് പറയുമ്പോൾ ഇളക്കി വിറപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആരാണത് ചെയ്തതെന്ന് കൂടെ പറയേണ്ടി വരും. അതേസമയത്ത് സുൽസില വിറപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരോ അത് ചെയ്തു. ഒന്നുകിൽ എല്ലാവർക്കും അറിയാം ആരാണത് ചെയ്തത്, അല്ലെങ്കിൽ അത് പറയാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അറിയൂല. ഈ സന്ദർഭങ്ങളിലൊക്കെ ആളെ പറയാതെ ആ കാര്യം മാത്രം പറയും. അപ്പോൾ ഇവിടെ സുൽസില വിറപ്പിക്കപ്പെട്ടു, എല്ലാവർക്കും അറിയാം അള്ളാഹു ആണ് ആ ഒരു ഭൂമിയെ വിറപ്പിക്കുക. അപ്പോൾ ഇതാ സുൽസിലത്തിൽ അർദു, ഭൂമി വിറപ്പിക്കപ്പെട്ടാൽ. ഈ ശരിക്ക് ഭൂമിയെ വിറപ്പിച്ചാൽ എന്നുള്ളതിനെയാണ് ഭൂമി വിറപ്പിക്കപ്പെട്ടാൽ എന്നുള്ള രൂപത്തിലേക്ക് മാറിയത്. അള്ളാഹു ഭൂമിയെ വിറപ്പിച്ചാൽ എന്ന് പറയുമ്പോൾ അവിടെ വിറപ്പിച്ചു എന്നുള്ളത് ഫിയലാണ്, ക്രിയയാണ്, വെർബാണ്. അള്ളാഹു എന്നുള്ളതാണ് ഫാഇൽ, ആ പ്രവൃത്തി ചെയ്യുന്നത് അള്ളാഹു ആണ്. അതുകൊണ്ട് ഫാഇൽ, സബ്ജക്റ്റ് കർത്താവ് എന്ന് പറയാം. അൽ അർദ, ഭൂമിയെ എന്നുള്ളത് അവിടെ മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. പക്ഷേ അവിടെ ആ സബ്ജക്റ്റിനെ പറയാതെ അള്ളാഹു എന്നുള്ളത് പറയാതെ പറയുമ്പോൾ സുൽസിലത്തിൽ അർദു എന്നാവും. ആ മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്തുണ്ടായിരുന്ന അർദ എന്നുള്ളത് ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ട് കയറിയിരിക്കും. അപ്പോൾ അർദ എന്നുള്ളത് അർദു എന്നാവും. അപ്പോൾ അതിനെ നായിബ് ഫായിൽ എന്നാണ് പറയുക. ഈ മജ്ഹൂൽ രൂപത്തിലൊരു ക്രിയ വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഫായിലാണ് നായിബ് ഫായിൽ. ശരിക്കുള്ള വാചകത്തിൽ അത് മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്തുണ്ടായിരുന്നതായിരിക്കും. ഇപ്പോൾ അള്ളാഹു ഭൂമിയെ വിറപ്പിച്ചാൽ എന്നാണ്, അത് ഭൂമി വിറപ്പിക്കപ്പെട്ടാൽ എന്നായി. അപ്പോൾ ആ ഒരു ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് ആ മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്തുണ്ടായിരുന്ന ഭൂമി എന്നുള്ളത് കയറിയിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് നായിബ് ഫായിൽ എന്നാണ് പറയാം. ഇതാ സുൽസിലത്തിൽ അർദു, ഭൂമി വിറപ്പിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഭൂമിയെ അള്ളാഹു വിറപ്പിച്ചാൽ. സിൽസാലഹ, ആ സൽസല എന്നുള്ള പദത്തിൽ നിന്ന് തന്നെ ഒരു ഇസ്മ അവിടെ വന്നു, ഒരു മസ്ദർ വന്നു. അങ്ങനെ വന്നിട്ട് അതിൻ്റെ വിറക്കൽ, അതിൻ്റെ വിറപ്പിക്കൽ എന്നുള്ള രൂപത്തിലൊക്കെ പറയാൻ വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ മഫ്ഊൽ മുത്തലഖ് എന്നാണ് അതിന് പറയാം. അങ്ങനെ മഫ്ഊൽ മുത്തലഖ് ഉപയോഗിക്കുമ്പോൾ അത് നെസ്ബ് കിട്ടിയ അവസ്ഥയിലുണ്ടാവുക. അതുകൊണ്ട് സിൽസാല എന്നുപയോഗിച്ചു. സിൽസാലഹ, ആ സിൽസാല എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഫത്ത് കിട്ടാനുള്ള കാരണം അതിന് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഇനി എന്തുകൊണ്ട് സുൽസിലത്ത് എന്ന് അവസാനത്തിൽ താ ചേർത്ത് സ്ത്രീലിംഗാക്കി? സുൽസില എന്ന് ഉപയോഗിച്ചാൽ പോരായിരുന്നു? പോരാ. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഭൂമിയെക്കുറിച്ചാണ്. ഭൂമി വിറപ്പിക്കപ്പെട്ടാൽ എന്നാണ്. അപ്പോൾ ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഭൂമി ഏത് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് അതിൻ്റെ ക്രിയയും മാറുക. അപ്പോൾ ഇവിടെ ഭൂമി സ്ത്രീലിംഗാണ്, അതുകൊണ്ട് സുൽസിലത്ത് എന്ന് ഉപയോഗിച്ചു. അഥവാ ഭൂമി പുല്ലിംഗമായിരുന്നുവെങ്കിൽ സുൽസില എന്ന് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെ സുൽസിലത്ത് എന്ന് സ്ത്രീലിംഗാക്കാനുള്ള കാരണം ആ ഭൂമി സ്ത്രീലിംഗമായതുകൊണ്ടാണ്. ഇനി ഇവിടെ ഒരു സംശയം തോന്നിയേക്കാം, ഈ ഭൂമി സ്ത്രീലിംഗം, സൂര്യൻ സ്ത്രീലിംഗം ഇങ്ങനെയൊക്കെ അറബിയിൽ പറയുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം? എന്തുകൊണ്ടാണ് ഭൂമി സ്ത്രീലിംഗ പദമായത്? പലർക്കുള്ളൊരു സംശയമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത്, ആ കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ അറബി ഭാഷ അതിൻ്റെ സാഹിത്യത്തിൽ വളരെയധികം ഉന്നതങ്ങളിലെത്തിയൊരു സമയമാണ്. അതിൻ്റെ സാഹിത്യത്തിൻ്റെ വളർച്ച വളരെ ഉന്നതങ്ങളിലെത്തിയ സമയത്താണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് അവിടെ ഉപയോഗിച്ചിരുന്ന പദങ്ങളെയൊക്കെ തന്നെയും അത് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നിലനിർത്തി. ആ നാട്ടുകാർ അവിടെ സ്ത്രീലിംഗ പദമായിട്ട് ഉപയോഗിച്ചിരുന്നതൊക്കെ പരിശുദ്ധ ഖുർആനിലും സ്ത്രീലിംഗ പദമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അവിടെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ അറബി സാഹിത്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഭൂമിയെയും സൂര്യനെയും ഒക്കെ സ്ത്രീലിംഗ പദങ്ങളായിട്ടാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെ ഉപയോഗിച്ചു, അതിന് മാറ്റം വരുത്തിയില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സ്ത്രീലിംഗ പദങ്ങളായത്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരുന്നത് എങ്കിൽ ഭൂമി സ്ത്രീലിംഗ പദമായിട്ടും സൂര്യൻ പുല്ലിംഗ പദമായിട്ടും ആയിരിക്കും വരിക, അല്ലേ? കാരണം നമ്മുടെ സാഹിത്യങ്ങളിലൊക്കെ, മലയാള സാഹിത്യങ്ങളിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂമിയെ സ്ത്രീലിംഗ പദമായിട്ടും സൂര്യനെ പുല്ലിംഗ പദമായിട്ടുമാണ് ഉപയോഗിക്കാറുള്ളത്. ഭൂമി ദേവി, സൂര്യദേവൻ, അങ്ങനെയൊക്കെ അല്ലേ പറയാം. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ, ആ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ സാഹിത്യത്തിൽ ഈ പദങ്ങളൊക്കെ ഏത് രൂപത്തിലാണോ അവർ ഉപയോഗിച്ച് പോന്നിരുന്നത് അത് അങ്ങനെ തന്നെ നിലനിർത്തി എന്നേ ഉള്ളൂ. അപ്പോൾ ഭൂമി സ്ത്രീലിംഗ പദമായതുകൊണ്ട് സുൽസില എന്നുള്ള ക്രിയയുടെ അവസാനത്തിൽ താ ചേർത്ത് അതിനെയും സ്ത്രീലിംഗമാക്കി. മാത്രമല്ല സിൽസാലഹ എന്ന് പറഞ്ഞു, അതിൻ്റെ ആ ഒരു വിറപ്പിക്കൽ, അതിൻ്റെ പ്രകമ്പനം. സിൽസാലഹു എന്നല്ല, ഹു എന്ന് പറയുമ്പോൾ പുല്ലിംഗ പദമായിട്ടാണ് വരിക, ഹ എന്ന് പറയുമ്പോഴാണ് സ്ത്രീലിംഗ പദം. അപ്പോൾ അവളുടെ അല്ലെങ്കിൽ അതിൻ്റെ എന്നുള്ള രൂപത്തിലൊക്കെ പറയാൻ ഹ എന്നാണ് ഉപയോഗിക്കുക. അവൻ്റെ എന്നുള്ള രൂപത്തിൽ പറയുമ്പോഴാണ് ഹു ഉപയോഗിക്കുക. അപ്പോൾ ആ ഭൂമി സ്ത്രീലിംഗ പദമായതുകൊണ്ട് അവളുടെ അല്ലെങ്കിൽ അതിൻ്റെ, നമ്മൾ ആളുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ അവളുടെ എന്ന് പറയും, അതല്ലാത്തതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൻ്റെ എന്ന് പറയും. അപ്പോൾ സിൽസാലഹ, അതിൻ്റെ വിറപ്പിക്കൽ, അതിൻ്റെ പ്രകമ്പനം. അടുത്ത ആയത്തിൽ വ അഹ്റജത്തിൽ അർദു, അഹ്റജ പുറന്തള്ളി, അവിടെയും അഹ്റജത്ത് എന്ന് ഉപയോഗിച്ചു, സ്ത്രീലിംഗാക്കി. വെറും അഹ്റജ എന്നല്ല, അഹ്റജത്ത് എന്ന് ഉപയോഗിച്ചു. എന്താ കാരണം? അൽ അർദു, ഭൂമി പുറന്തള്ളിയാൽ എന്നാണ്. അപ്പോൾ ഭൂമിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇവിടെ പിന്നെ മജ്ഹൂൽ രൂപമൊന്നുമല്ല, ഇവിടെ ഫിയലും ഫായിലും മഫ്ഊലും ബിഹിയും വന്നിട്ടുണ്ട്. ഫിയൽ എന്താണ്? അഹ്റജ അല്ലെങ്കിൽ അഹ്റജത്ത് എന്നുള്ളതാണ് വെർബ്, ക്രിയ, ഫിയൽ. അൽ അർദു, ഭൂമി. അപ്പോൾ ഭൂമി എന്നുള്ളതാണ് അവിടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ ഫായിൽ. ആ ഒരു കർത്താവ് അല്ലെങ്കിൽ ഫായിൽ അത് സ്ത്രീലിംഗ പദമായതുകൊണ്ട് അഹ്റജത്ത് എന്ന് ഉപയോഗിച്ചു. ഇനി അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അൽ അർദു എന്നുള്ളത് ഫായിലാണെന്ന് പറഞ്ഞു. ഈ ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. റഫ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ലമ്മ് കൊണ്ടോ ലമ്മ് തൻവീന് കൊണ്ടോ ആണ് സൂചിപ്പിക്കുക. അപ്പോൾ അൽ അർദു അതിൻ്റെ അവസാനത്തിൽ ആ ലമ്മിടാനുള്ള കാരണം അത് ഫായിലായതുകൊണ്ടാണ്. ഇനി ഭൂമി പുറന്തള്ളിയാൽ, എന്തിനെ പുറന്തള്ളിയാൽ? അതിൻ്റെ ഉത്തരമായിട്ട് കിട്ടുന്നതായിരിക്കും മഫ്ഊലും ബിഹി ആയിട്ട് വരിക. എന്തിനെ പുറന്തള്ളിയാൽ? അസ്കാല, ഹ അസ്കാല, അതിൻ്റെ ഭാരങ്ങളെ. അപ്പോൾ അസ്കാൽ എന്നുള്ള പറഞ്ഞാൽ ഭാരങ്ങൾ, അതാണ് മഫ്ഊലും ബിഹി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം. ഈ മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. സാധാരണ ഫത്തഹ് കൊണ്ടോ ഫത്തഹ് തൻവീൻ കൊണ്ടാണ് നെസ്ബിനെ സൂചിപ്പിക്കുക. അപ്പോൾ അസ്കാല അവസാനത്തിൽ ഫത്തഹ് ഇട്ട് എഴുതാനുള്ള കാരണം അത് മഫ്ഊലും ബിഹി ആയതുകൊണ്ടാണ്. അടുത്ത ആയത്തിൽ വഖാലൽ ഇൻസാനു, ഖാല പറഞ്ഞു, ആര് പറഞ്ഞു? അൽ ഇൻസാനു, മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ മനുഷ്യൻ എന്നുള്ളത് അവിടെ ഫായിലാണ്, സബ്ജക്റ്റാണ് അല്ലെങ്കിൽ കർത്താവാണ്. അതിന് ഇറാബ് റഫ് ആയിരിക്കണം, അതുകൊണ്ടാണ് ഇൻസാനു എന്ന് എഴുതിയത്. യൗമ ഇസിൻ തുഹദ്ദിസു അഖ്ബാറഹ, തുഹദ്ദിസു അത് പറഞ്ഞറിയിക്കും. ഇവിടെ ആ തുഹദ്ദിസു എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ, ആരാണ് പറഞ്ഞറിയിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ തൊട്ട് മുമ്പത്തെ ആയത്തിലൊക്കെ ഭൂമിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുഹദ്ദിസു അത് പറഞ്ഞറിയിക്കും എന്ന് പറയുമ്പോൾ ഭൂമിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഭൂമി സ്ത്രീലിംഗ പദമായതുകൊണ്ടാണ് തുഹദ്ദിസു തുടക്കത്തിൽ താ വെച്ചിട്ട് പറഞ്ഞത്. ഭൂമി പുല്ലിംഗ പദമായിരുന്നുവെങ്കിൽ യുഹദ്ദിസു എന്നാണ് പറയാം. അപ്പോൾ യുഹദ്ദിസു എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞറിയിക്കും എന്നുള്ള രൂപത്തിലാണ് അർത്ഥം വരിക. തുഹദ്ദിസു എന്നാകുമ്പോൾ അവൾ പറഞ്ഞറിയിക്കും. അപ്പോൾ ഇവിടെ ഭൂമി ആയതുകൊണ്ടാണ് തുഹദ്ദിസു എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ചത്. അഖ്ബാറഹ,
അതിൻ്റെ വർത്തമാനങ്ങൾ അവിടെ അത് പറഞ്ഞറിയിക്കും എന്ന് പറയുമ്പോൾ ഫിഅലും ഫായിലും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് പറയാം. അല്ലെങ്കിൽ ഫായിൽ വ്യക്തമായിട്ട് കാണണമായിരുന്നു. നേരത്തെയൊക്കെ പറഞ്ഞപ്പോൾ അഖ്റജത്തിൽ അർദു, അവിടെ ഭൂമിയെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു. അവിടെ ഭൂമി അതാണ് ഫായിൽ, അതിനെ വ്യക്തമാക്കി തന്നെ പറഞ്ഞു. വഖാലൽ ഇൻസാനു, അവിടെ ഇൻസാൻ എന്നുള്ളത് ഫായിലാണ്, അതിനെയും വ്യക്തമാക്കി പറഞ്ഞു. പക്ഷേ ഇവിടെ തുഹദ്ദിസു പറഞ്ഞറിയിക്കുക എന്ന് പറയുമ്പോൾ ആരാണ് പറഞ്ഞറിയിക്കുക എന്നുള്ളത് വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ ഫിഅലിൻ്റെ ഉള്ളിൽ തന്നെ ഫായിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് പറയാം. അതുകൊണ്ടാണ് തുഹദ്ദിസു എന്ന് പറയുമ്പോൾ ആ താ കാണുമ്പോൾ അത് ആ ഭൂമിയെയാണ് സൂചിപ്പിച്ചത്. അപ്പോൾ നമുക്ക് അർത്ഥം പറയുമ്പോൾ അത് പറഞ്ഞറിയിക്കും എന്നർത്ഥം കൊടുക്കാം. വെറും പറഞ്ഞറിയിക്കും എന്നല്ലാതെ അത് പറഞ്ഞറിയിക്കും എന്ന് അതിന് നമുക്ക് അർത്ഥം കൊടുക്കാം. അഖ്ബാറ, എന്താണ് പറഞ്ഞറിയിക്കുക? അഖ്ബാറ, വർത്തമാനങ്ങൾ. അപ്പോൾ അഖ്ബാർ എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. അതുകൊണ്ടാണ് അതിന് അഖ്ബാറ അവസാനത്തിൽ ഫത്ത് ഇട്ടത്. അത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒബ്ജക്റ്റിന് മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. അതിനെ സൂചിപ്പിക്കാനാണ് ആ ഫത്ത് അവിടെ കൊടുത്തത്. ബി അന്ന റബ്ബക ഔഹാലഹ, ഈ ഇന്ന അന്ന പോലെയുള്ള പദങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം അത് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെ ഇന്നയുടെ ഇസ്മ്, അന്നയുടെ ഇസ്മ് എന്ന് പറയും. അപ്പോൾ ഇവിടെ അന്ന റബ്ബ എന്നാണ് വന്നത്. ആ റബ്ബ് എന്നുള്ള പദം അന്നയുടെ ഇസ്മ് എന്നാണ് പറയാം. അങ്ങനെ അന്നയുടെ അല്ലെങ്കിൽ ഇന്നയുടെയൊക്കെ ഇസ്മായിട്ട് വരുന്ന പദങ്ങൾക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. സാധാരണ ഫത്ത് കൊണ്ടോ ഫത്ത് തെൻവീൻ കൊണ്ടോ ആണ് സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ അന്ന റബ്ബ എന്ന് എഴുതാനുള്ള കാരണം ആ അന്നയുടെ ഇസ്മായിട്ട് റബ്ബ് വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ റബ്ബു എന്ന് എഴുതിയാൽ മതിയായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.